വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. മിനീഷ് കാരാട്ട്. മുത്തലീബ്. ഓക്കെ, എവിടെന്നാ വരുന്നത്? ഞാൻ കണ്ണൂർ ജില്ലയിൽ മേലിലോട് കാരാട്ട് എന്ന് പറഞ്ഞ സ്ഥലം. കണ്ണൂര്. ഓക്കെ. പാലക്കാട് ജില്ലയില് പട്ടാമ്പിക്കടത്ത് തലക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, ശരി. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ സ്പോട്ട് ഡബിങ്, പിന്നെ അതുപോലെ തന്നെ 3 സ്റ്റാർ. ഓക്കെ, സ്റ്റാർ വോയിസ് ആണ്. ഓക്കെ. എന്താ ചെയ്യുന്നത്? ജോലി എന്ന് പറഞ്ഞാൽ ഒരു സ്ലാബ് മതിലിന്റെ വർക്കാണ്. ഈ മതില് ഫിറ്റ് ചെയ്യുന്ന വർക്കാണ്. റെഡിമെയ്ഡ് മതില്. ജോലി ചെയ്യുന്നത് ഞാനൊരു കട വെച്ചിട്ടുണ്ട്, ഗ്യാസ് സ്റ്റൗവിന്റെ സെയിൽസും സർവീസുകളായിട്ട് മാധവങ്കലം എന്ന് പറഞ്ഞ സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിൽ. ഓക്കെ, റെഡി. നിങ്ങൾ ആരാണ്? മാമുക്കോയുടെ? ഞാനാണ് മാമുക്കോ. ഓക്കെ, ഇപ്പൊ കണ്ടു കാണല്ലേ മാമുക്കോയുടെ എപ്പിസോഡ്സ്? അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ശരിക്കും നല്ലതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ അടുത്ത് ഫിറോസ്ക പറഞ്ഞു മാമുക്കോയുടെ ലൈവ് വോയിസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. നാദിക, ലൈവ് വോയിസിൽ തുടങ്ങാം. അപ്പോൾ മാമുക്കയുടെ ലൈവില് നാദിഷ്ക, ജോണി ആന്റണി, അപ്പൊ ആരായാലും അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അല്ല, ഞാനിപ്പം കോമഡി മാസ്റ്റേഴ്സിൽ ഒരുപാട് കാണാറുണ്ട്. പക്ഷെ അത് ഇപ്പൊ എത്ര പെട്ടെന്ന് തന്നെ വിളിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. എപ്പോഴാണ് ട്രിവാൻഡ്രത്ത് വന്നത്? ഓ, ഞാൻ വന്നിട്ട് ഞാൻ ഇന്നലെ വന്ന ഇവിടെ ഇറങ്ങിയത്. ഓ, എല്ലാവർക്കും പരമസുഖം മോനെ. പാടം ഇപ്പൊ അത്ര ഓർമ്മ കിട്ടത്തില്ല മോനെ. ഒരു പാടം ഇപ്പം ചെയ്തിട്ടുണ്ട്, കൊടുതി ചെയ്തിട്ടുണ്ട്. നല്ല ഓർമ്മ. ഓ, സന്തോഷായി, പറഞ്ഞതിൽ സന്തോഷായി. കോമഡി മാസ്റ്റേഴ്സിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പോലെ. നിങ്ങളെല്ലാം കാണാൻ പറ്റിയ വലിയൊരു സന്തോഷമുണ്ട്. എന്താണ് ചെയ്യുന്നത്? ആദ്യമായിട്ട് TS രാജു ചേട്ടൻ ശബ്ദം ചെയ്യും. ഇന്നലെ എൻ്റെ ഓഫീസിൻ്റെ താഴെ കുത്തി തുറന്ന് ഒരു ബോട്ടൽ വിസ്കി, ഒരു പാക്കറ്റ് സിഗരറ്റ്, കുറച്ച് ക്യാഷ്, ഇത് 3 കാണാതായി. എടുത്തത് ആരാണെന്ന് എനിക്കറിയാം. കൂട്ടത്തിൽ പെട്ടവനെ രക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ അറിയാലോ എന്നെ. ഒറ്റണത്തിനെ വിടുകയില്ല ഞാൻ. KPC സണ്ണി. എന്താടാ ഓം പറഞ്ഞേ? ഓം ഭയങ്കന്നില്ലെങ്കിൽ വിട്ടുകളെ. എടോ കമ്മീഷണറെ, ഈ കോഴിക്കോട്ട് പട്ടണത്തിനുള്ളിൽ ഇങ്ങനെ ഒരു വട്ടം വരച്ച് അതിൽ നിൽക്കാൻ പറഞ്ഞ നിൽക്കുകയും മുള്ളാൻ പറഞ്ഞ മുള്ളുകയും ചെയ്യാൻ പറ്റാത്ത പലരാണെങ്കിൽ പിന്നെ പായും തലണിയും പൊഞ്ഞോളിയും കൊണ്ട് അതിനുള്ള ഉറപ്പൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് വരണ്ട. അടുത്തത് ക്യാപ്റ്റൻ രാജു സാർ. ഇടാ മോനെ സഹദേവ, ഈ പോലീസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ജോലിയൊന്നുമല്ല. നിന്റെ തിലക്കുമ്പോളിൽ 100,000 പേരുടെ ആജ്ഞ ഉണ്ടാവും. എൻ്റെ തിലക്കുമ്പോളിൽ ഒന്നും തന്നെയില്ല. ഈ ഹോള് ഞാൻ തന്നെ ഇട്ടതാണ്. വണ്ടി നിന്നാൽ വേറൊരു തെണ്ടിയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇങ്ങനെ ഇറങ്ങി നിന്ന് ഇങ്ങനെ തള്ളിയാൽ മതി. കമോൺ കമോൺ കമോൺ. MS തൃപ്പൂണിത്തറ. ഏമാനല്ലേ? ഏമാനോട് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോ ഏമാൻ കേട്ടില്ല. മറ്റു വേറെ ആരോടാ ഞാൻ പറയണത്? എന്റെ കാര്യം ഞാൻ മറ്റു വേറെ ആരോടാ പറയണത്? ഒന്ന് പറഞ്ഞാ പിന്നെയുള്ളത് ഐപറവിൽ അശോകനാണെങ്കിൽ വഴിക്ക് കണ്ടിട്ടില്ല. എന്നാ ഞാനങ്ങോട്ട്. കലാശാല ബാബു. അച്ഛനെ എതിർത്ത് പറഞ്ഞ് അച്ഛൻ്റെ നെഞ്ചത്ത് കുതിര കയറി അച്ഛനെ തോപ്പിച്ച് നീ ഒരു മന്ത്രി കസേര ഒപ്പിച്ചെടുത്തു. ആ പക മനസ്സിൽ കിടന്ന് നേറുമ്പോഴാ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാത്തൊരുത്തിയുടെ കയ്യും പിടിച്ച് ഉമ്മറത്തേക്ക് വന്നിരിക്കുന്നത്. നീ മന്ത്രിയാണ്, എനിക്ക് പുല്ലാടാ. അച്ഛൻ ചവിട്ടി പുറത്താക്കിയെന്ന് പത്രക്കാരെ കൊണ്ട് എഴുതി ഇറങ്ങി പോടാ അവിടുന്ന്. അപ്പൊ ഇനി സ്പോട്ട് ഡബ് ആണല്ലേ? അപ്പൊ മുത്തലബു നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് സ്പോട്ട് ഡബിലേക്ക് പോവാം. ഇനി ആരൊക്കെയുള്ളത്? ജനാർദ്ദനൻ ചേട്ടൻ, പിന്നെ സുധീർ കരമന. ശരി, അത് 2 നമുക്ക് ചെയ്യാം. തമ്പി, ഞാൻ മലയാളത്തിന്റെ പാലക്കാട്ടുകാരൻ വെങ്കടേഷൻ. അന്ത വെങ്കടേഷിൽ നിന്നും இந்த കോവിൽ വെങ്കടേഷൻ ആയതിന്റെ പിന്നിൽ നിന്നെ പോലുള്ളവരൊക്കെ കണ്ടും കൊടുത്തൊക്കെ തന്നെയാ. അപ്പോ നീ വീട് കാലിപ്പന്റെ പാട്ട് പരുവായില്ലേ അപ്പുറം പാക്കല. അടുത്ത ഒരാളും കൂടിയില്ലേ? ഇനി സുധീർ കരമന. അദ്ദേഹത്തിന്റെ പുലിമുരുകൻ എന്ന ചിത്രത്തിലെ കായിക. ഷുക്കൂറേ, നീയല്ലേ പറഞ്ഞിട്ട് ആടി കായ് തരില്ല. ഇപ്പൊ കായ്ക്കിരിക്കുന്നിടത്ത് കായ് വന്നേണ്ട നീ. ഇടോ മേസ്തിരി, നീ ചെന്ന് നിന്റെ ഡാഡീകരിച്ചോട് ചെന്ന് പറഞ്ഞേക്ക് ഈ കായ്ക്കാൻ്റെ ചങ്കൂറ്റിളക്കാൻ മാത്രമുള്ള കോലുകളൊന്നും ഓൻ്റെ കയ്യിലില്ലാന്ന്. അല്ല, അത് ഓനിക്കറിയാ. ഞങ്ങൾ പഴയ ദോസ്തുക്കളല്ലേ, എല്ലാവർക്കും ഒരേ സുലൈമാനി തരായിരുന്നു. പക്ഷേങ്കിലേ പഞ്ചാരില്ല. ഓ, കെട്ടയച്ചു വിട്ടോളി. അപ്പൊ നമുക്കിനി സ്പോട്ട് ഡബിലേക്ക് പോകാം. നമുക്ക് കാണാം അല്ലേ? വെയിറ്റ് ചെയ്യാം. ഓക്കെ, സത്യം പറ,
നീ ആരാ? ഏതാ ഈ പാട്ട് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇതാരാണ് എനിക്ക് തന്നത്? എന്റെ ബാബ. ഇതെന്റെ ബാബയുടേതാ. ഇതെനിക്ക് തന്നതും ഈ പാട്ടെന്നെ പഠിപ്പിച്ചതൊക്കെ എന്റെ ബാബയാ. എൻ്റെ ആ ബാബ ഇപ്പൊ ഇവിടെ ഉണ്ട്? മരിച്ചുപോയി 6 മാസം മുമ്പ്. ബാ ബാ ബാ. എന്നെ ഉണ്ട കാണാനാണോ താൻ ഇവിടെ ഇരിക്കുന്നത്? എവിടെ ചെന്നാലും അതെ കാലിനിടയ്ക്ക് വരിക്കോളും. ക്ഷമിക്കണം സാറേ, മന്ത്രിക്ക് ഒരു 5 കൊടുക്കാട്ടാ സ്വാതന്ത്ര്യ സമര പെൻഷന്റെ. അയ്യോ, സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആട്ടെ, അമ്മാവന് ഏതിനാ പോയത്? ഉപ്പ് സത്യാഗ്രഹത്തിനോ അതോ ദണ്ഡിയാത്രയ്ക്കോ? പരിചയമാണോ? അല്ലടോ, തനിക്ക് ഞാനൊരു താമ്രപത്രം തരാൻ പോവാ. കൊണ്ട് പോടും അയാൾ പൂനാമിനൊരു സ്വാതന്ത്ര്യ സമരം. എന്ത് പറ്റി? ആരാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? ആരും ഉപദ്രവിച്ചത് സാറേ, പെൻഷന്റെ ഒരു 5 കൊടുക്കണേ തിരക്ക് വിട്ടുപോയ. സാരമില്ല, എഴുന്നേക്കാം. സൂപ്പർ ആക്കിട്ടോ രണ്ടുപേരും. നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിക്കാം അല്ലെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ജോണി സാർ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ സാധുക്കളായിട്ട് ഒരുപാട് സഭാകമ്പവും പേടിയും ഒക്കെ ആയിട്ട് ദാഹവും ഒക്കെ ആയിട്ട് വന്നിട്ട് തെറ്റില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ എല്ലാം ഒരു നന്നായിരുന്നു. ഞാൻ പറയില്ല, ഒരു ഇപ്പം ഈ പകപ്പും കിതപ്പും ഒന്നും ഇല്ലാതെ ചെയ്താൽ ഇതിലും നല്ല റിസൾട്ട് സ്റ്റേജിൽ ചെയ്യാറുണ്ട് സാർ, പക്ഷേ എന്നാലും പെട്ടെന്ന് അല്ല എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്നറിയോ, ഒരിക്കലും പ്രതികരണം ഇവിടെ ആരും, കാരണം പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഇതുപോലെ സ്റ്റേജിൽ ചെയ്ത് ഇത് വന്നിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ എല്ലാ വിഷമവും മനസ്സിലാവും. അതുകൊണ്ട് ഒരിക്കലും ഇവരാരും പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ ഞാൻ ഒട്ടും ഉണ്ടാക്കുകയില്ല. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് കാണുന്നത് എനിക്ക് വലിയ അത്ഭുതമാണ്. അതുപോലെ നിങ്ങൾ ഓരോ ആർട്ടിസ്റ്റിനെയും എല്ലാവരും ചെയ്ത ഒരുവിധം നന്നായിരുന്നു. ഒരു പ്രത്യേകിച്ച് ജനുവേട്ടൻ്റെ ആ പഴയ വോയിസ് ഇവിടേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം, ബായി ഇന്നലെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ കമൻ്റാണ്, നിങ്ങൾ കുറച്ച് സമയം എടുക്കുകയും കുറച്ചുകൂടെ ഒരു താളം ഒന്ന് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്താൽ ഇതിൻ്റെ 10 ഇരട്ടി റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. ധർമ്മൻ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും നല്ല പ്രകടനമായിരുന്നു. പ്രൊഫഷണൽ ട്രൂപ്പിൽ വല്ലയിടത്തും പോകണ്ടോ നിങ്ങൾ? ഇല്ല, പ്രൊഫഷണൽ ആയിട്ടില്ല, ഫ്രീലാൻസ് ആയിട്ടാണ് പ്രോഗ്രാമായിട്ട് പോയിരുന്നത്. ഒറ്റയ്ക്ക് കല്യാണ പ്രോഗ്രാമുകളൊക്കെ ആയിട്ടാണ് ചേട്ടാ പോയത്. വടക്കോട്ടൊക്കെ ഇഷ്ടംപോലെ കല്യാണ പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതാണ് ഇപ്പൊ ഒരു 2 വർഷമായിട്ട്. എല്ലാവരുടെ സ്ഥിതി എങ്ങനെ തന്നെ? നിങ്ങളെ മാത്രമല്ല മുത്തലവേ? അല്ല ഞാൻ മെയിനായിട്ട് അതാണ് ജീവിതമാർഗമായിട്ട് പോയിരുന്നെന്ന് പറയാം. അപ്പൊ 2 വർഷമായിട്ട് ഇപ്പൊ കൊറോണ ഒക്കെ വന്നപ്പോൾ പിന്നെ വേറെ പ്രോഗ്രാമുകളൊന്നും ഇല്ലാതെ കുറെ ബുദ്ധിമുട്ടി. നിങ്ങളുടെ സ്നേഹത്തോടെ നിർമ്മിക്കുന്ന മതിലുകളില്ലേ? പിന്നെ അതെ, മതിലില്ലേ? ഇപ്പൊ അതാണ് മെയിനായിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സ്പോട്ട് ഡബിങ്ങിനാണെങ്കിൽ ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. നിങ്ങൾ എടുത്ത സീൻ്റെ പ്രത്യേകതയാണ് അത്. രണ്ടുപേരും അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഏട്ടാ. പണ്ട് കാലങ്ങളിൽ ഇതുപോലെ പെട്ടെന്ന് സ്റ്റേജിൽ ചെന്നതിന് ശേഷം ഞങ്ങളുടെയൊക്കെ ഒരു ബാച്ച് ഉണ്ടായിരുന്നപ്പോൾ സ്പോട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് നീ അത് കളിക്കുക, നീ ഡോക്ടർ, ഞാൻ വക്കീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്കിറ്റൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് കളിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിച്ചതും ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് നല്ല 2 കലാകാരന്മാരായതിൻ്റെ പേരിൽ സാധിച്ചു. അത് പെർഫോം ചെയ്യാൻ അറിയാം എന്നുള്ളത് മാത്രമല്ല, രണ്ടുപേരുടെ ഒരു കോൺഫിഡൻസും ഒരു ഒത്തൊരുമ. ഈ കലാകാരന്മാർക്ക് ഏറ്റവും വേണ്ടത് പരസ്പര സഹകരണം എന്ന് പറയുന്നതാണ്. ഇപ്പോഴത്തെ ജനറേഷൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് ഇത് കല എന്ന് പറയുന്നതൊക്കെ ഓക്കെയാണ്, മുന്നോട്ട് കൊണ്ടുവെടുക്കാം, പക്ഷെ അത് കല സൈഡാക്കാമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സൈഡാവും. അതാണ് പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 പ്രതിഭകളും നിങ്ങളുടെ ഈ കോൺഫിഡൻസ് ലെവലിൽ ഇനിയുള്ള സ്റ്റേജുകളിൽ കയറണം. ധൈര്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അത് ബോഡി ലാംഗ്വേജിൽ വേണം, ആറ്റിറ്റ്യൂഡിൽ വേണം, നമ്മുടെ ശബ്ദത്തിൽ വേണം, നമ്മുടെ പെർഫോമൻസിൽ വേണം. യെസ്. അപ്പോൾ ചാനലിൽ വന്നതിന് ഞങ്ങളും ഒത്തിരി ഹാപ്പിയാണ് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ പറ്റിയത്.